KSKTU അമ്പലപ്പാറ വില്ലേജ് സമ്മേളനം അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. വില്ലേജ് പ്രസിഡന്റ് സി ഗിരിജ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന സമ്മേളനം KSKTU ജില്ലാ സെക്രട്ടറി സി ചെന്താമരാശൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. സഖാവ് നായനാരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുവരെ കേരളത്തിൽ പെൻഷൻകാർക്കാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, അധ്യാപകർക്ക്, പട്ടാളക്കാർക്ക്, അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത മറ്റ് നിരവധി സേവന മേഖലയിൽ സർക്കാർ സർവീസ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് പെൻഷൻ. കർഷക തൊഴിലാളിക്ക് പെൻഷൻ എന്ന് അന്ന് ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDF-കാർ. സി ഗിരിജ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ LC സെക്രട്ടറി CC രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി നാരായണൻ രക്തസാക്ഷി പ്രമേയവും പ്രഭാകരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KSKTU വില്ലേജ് സെക്രട്ടറി പി മുഹമ്മദ് കാസിം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി K സുരേന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം M സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വീടുകളിൽ എത്തിച്ചിരുന്ന ക്ഷേമ പെൻഷൻ നാഷണലൈസ്ഡ് ബാങ്ക് വഴി ആക്കിയതിനെതിരെയും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചതിനെതിരെയും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ചർച്ച, മറുപടി എന്നിവയ്ക്ക് ശേഷം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പി മുഹമ്മദ് കാസിം സെക്രട്ടറി, A സീന പ്രസിഡന്റ്, പി നാരായണൻ ട്രഷറർ എന്നിവരുൾപ്പെടെ 9 അംഗ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തു. വില്ലേജ് സെക്രട്ടറി പി മുഹമ്മദ് കാസിം നന്ദി പറഞ്ഞു.